ഇന്ന് രാവിലെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച കേട്ടോ ഞാൻ കണ്ടത്. വേറൊന്നുമല്ല, നമ്മളെ വീട്ടിൽ ഇടയ്ക്കൊക്കെ വരുന്നൊരു പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ച നമ്മളിവിടെ വളർത്തുന്ന പൂച്ചയല്ല, പക്ഷെ എന്നാൽ പോലും ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നൊരു പൂച്ചയാണ്. അപ്പോൾ അതിനെന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ വണ്ടി എന്തോ ഇടിച്ചതാണ് തോന്നുന്നത്. ഇത് ബാക്കത്തെ 2 കാലുമിട്ട് ഇഴയുന്ന കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റാതെ മേളത്തെ വീട്ടിൽ പോയിട്ടൊരു കൂടൊക്കെ സംഘടിപ്പിച്ച് ആ കൂട്ടിലാക്കിയിട്ട് നേരെ മൃഗാശുപത്രിയിൽ പോയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിന് ഫുഡൊക്കെ കൊടുത്ത് മെല്ലെ കൂട്ടിലാക്കി നേരെ ആശുപത്രിയിലേക്ക് പോയി. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് അവിടെ ഇതിനെ പിടിക്കാനും കെയർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു മൃഗങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാരനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കാം. ഇനിയിപ്പോൾ അഥവാ മാന്തിയാലും വലിയൊരു വിഷയം ഉണ്ടാവില്ല. പക്ഷേ ഈ പൂച്ചേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ലോകം മൊത്തം ചുറ്റുന്നൊരു പൂച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂച്ച മാന്തി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടായിരുന്നു പൂച്ചേനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൂച്ച ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇഞ്ചറി വന്ന ഭാഗത്ത് ഡോക്ടർ തൊട്ട് നോക്കുമ്പോൾ ഇത് ആകെ വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മാന്തൊന്നും കൊള്ളാതെ കഴിച്ചില്ലായി. ഡോക്ടറിന് മര്യാദയ്ക്കൊന്നും ചെക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പൂച്ച അത്രയ്ക്ക് വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. തൽക്കാലം ഒരു 3-4 ദിവസത്തേക്ക് കൊടുക്കേണ്ട മരുന്നിൻ്റെ സ്ലിപ്പ് ഡോക്ടർ തന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ വേറെ വീഡിയോയിൽ പറയാം.